മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 11. അവൻ പറഞ്ഞു, 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്നത് മുഴുവൻ എനിക്കുള്ളതാണ്, അത് മറ്റാർക്കും അവകാശമില്ല എന്ന് കരുതുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നല്ലൊരു കുടുംബത്തിൽ പിറന്നു, 2 ആൺമക്കളും വിദേശത്ത് പോയി ധാരാളം പണം സമ്പാദിക്കുന്നു. എന്നാൽ മകളെ വിവാഹം കഴിപ്പിച്ചത് അത്ര സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലേക്കായിരുന്നില്ല. അവൾ കഷ്ടപ്പെട്ട് ജീവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കഴിയുന്നിടത്തോളം ഭിക്ഷക്കാരൊക്കെ കടന്നു വരികയാണെങ്കിൽ ഉള്ളത് കൊടുക്കുന്ന ഒരു പതിവ് ആ സ്ത്രീക്കുണ്ടായിരുന്നു. പലപ്പോഴും അവളുടെ സമ്മാനങ്ങൾ, ആങ്ങളമാരൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന സമ്മാനങ്ങളൊന്നും അവള് സ്വയം ഉപയോഗിക്കാറില്ല, എല്ലാം ദാനം ചെയ്യുകയാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം ഒരു വൃദ്ധയാചകൻ വന്ന് വല്ലതും തരണേ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ വിഷമത്തിലായി. കാരണം അവിടെ ഒന്നുമില്ലായിരുന്നു കൊടുക്കാൻ. അരിയില്ല, സാധനങ്ങളില്ല, പൈസയില്ല. ഈ വിഷമത്തോടെ അല്പനേരം ഒക്കെ, ചേട്ടന് സുഖമാണോ, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ച് സ്ത്രീ പറഞ്ഞു, ക്ഷമിക്കണം, ഇന്ന് എന്റെ കയ്യിലൊന്നും തരാനില്ല, ഞാൻ അടുത്ത തവണ വരുമ്പോൾ തരാം എന്ന വാഗ്ദാനം ചെയ്യുകയാണ്. ആ വൃദ്ധയാചകൻ പറഞ്ഞു, മകളുടെ അടുത്ത് ഞാൻ വരുന്നത് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമല്ല, എന്നാൽ മകൾ മാത്രമാണ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുക, ആ സ്നേഹം പങ്കുവെച്ചു തരിക. അതിനായിട്ട് ഞാൻ വന്നതാണ്, ഞാൻ പൂർണ്ണമായും തൃപ്തനാണ് എന്ന് ഈ വൃദ്ധയാചകൻ പറയുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കുള്ളതിൽ പങ്കു കൊടുക്കുന്നവരായി മാറാം. നമുക്ക് എനിക്കില്ല എന്ന പദം മാറ്റിക്കൊണ്ട് സാധിക്കുന്നവ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, അങ്ങനെ ഉദാരമനസ്കരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.